പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്താണ് പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിലെന്ന് നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്. ജീവിതം അടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ആത്മഹത്യയെ സ്വീകരിക്കുമ്പോൾ ജീവിക്കുന്നിടത്തോളം നമ്മൾ പ്രതീക്ഷയുണ്ട് എന്ന കാര്യമാണ് നമ്മൾ മനഃപൂർവ്വം മറക്കുന്നത്. ആ ജീവിക്കുന്നിടത്തോളമുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പലപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മൾ ഈ ഡിപ്രഷനിലോട്ട് പോവാന്ന് പറയുമ്പോൾ അതേസമയം നിങ്ങളൊന്ന് ഡിപ്രസ് ചെയ്ത് നോക്ക്, ഒന്ന് റീഡയറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ടേൺ ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ഥിതി മാറും. ദി എപ്പിക് സ്റ്റോറി ഓഫ് ടുമാറോ ക്യാൻ ബി റിട്ടൺ ഇഫ് ഇറ്റ് എൻഡ്സ് ടുഡേ. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് നാളത്തെ ഇതിഹാസം ഒരുപക്ഷെ നിങ്ങളായിരിക്കും രചിക്കുക. ഒരുപക്ഷെ ഈ ലോകം തന്നെ നാളെ വിസ്മയപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്കാവും. അത് ഇന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ ആ ഇതിഹാസ കഥ നിങ്ങൾക്ക് രചിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ആലോചിക്കുക. കാരണം ജീവിക്കുന്നിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്, ജീവിക്കുന്നിടത്തോളം നമുക്ക് എല്ലാത്തിനും സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ നമുക്ക് സമയമെടുക്കുമായിരിക്കും. ഒരുപാട് സമയമെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമെന്ന് പറയുന്നത് മാനസിക ആരോഗ്യമാണ്. ഏതൊരു കാര്യത്തെയും മറികടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവൂ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ മുന്നിൽ എന്തോ ഒരു കാര്യം വഷളാകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. വഷളായിക്കൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങൾ അവസാനിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവസാനിപ്പിച്ചു എന്ന് കരുതി അത് മാറാനേ പോകുന്നില്ല. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വഷളാകുന്ന സാഹചര്യത്തെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ആ വഷളാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്ന സാഹചര്യം നമുക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ചിട്ട് എങ്ങോട്ട് പോകുന്നത്. അതേ ജീവിതം നശിപ്പിച്ച് അല്ലെങ്കിൽ ഞാൻ ദേ ഇവിടെ വെച്ചെല്ലാം റെഡിയാക്കി പോകുന്നെന്നും പറഞ്ഞ് നിങ്ങൾ ഒരൊറ്റ പോക്ക് പോകുന്നത്. ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരാണ്. അവർ ചെയ്തിട്ട് പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പരിണിത ഫലം ബാക്കിയുള്ളവർ ജീവിത അവസാനം വരെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ നിന്ന് പോയി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്റ്റോപ്പായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും വരാം. പക്ഷേ അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു തീരുമാനം ഞാനൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്താൽ കുറച്ച് ഞാനൊന്ന് സമാധാനത്തോടെ ഇരുന്നാൽ നാളത്തെ എപ്പിക് സ്റ്റോറി നിങ്ങൾക്ക് രചിക്കാനാവും. ഏറ്റവും വഷളായ സാഹചര്യത്തെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് സൊല്യൂഷൻ കണ്ടെത്തി അത് നമുക്ക് അടിപൊളിയാക്കി ഒരു ഹാപ്പി എൻഡിങ്ങിൽ കൊണ്ടെത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ല ചിന്തകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നല്ല ചിന്തകൾ മാത്രം മതി, നല്ല ചിന്തകൾ. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ.